സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ വേണ്ട സൗകര്യം പാലായിൽ ഇല്ലാത്തതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പാലാ സന്ദർശനം റദ്ദാക്കിയതായി BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് S. ജയസൂര്യൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലായിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ SPGയുടെ പ്രത്യേക സംഘം പാലായിലെത്തി പരിശോധന നടത്തിയിരുന്നു. SPGയുടെ സുരക്ഷാ അനുമതി ലഭിക്കാത്തതിനെ തുടർന്നാണ് സന്ദർശനം വേണ്ടെന്ന് വെച്ചത്. പ്രധാനമന്ത്രിക്കും ഓഫീസ് ജീവനക്കാർക്കും SPG സംഘത്തിനും മറ്റ് സുരക്ഷാ ജീവനക്കാർക്കും പാലായിൽ എത്തുന്നതിന് 3 ഹെലികോപ്റ്ററുകൾ ഇറങ്ങാൻ വേണ്ട സൗകര്യം സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിലുണ്ടെങ്കിലും ചുരുങ്ങിയത് 30,000 ആളുകളെയെങ്കിലും പങ്കെടുപ്പിക്കുന്ന പൊതുസമ്മേളനമോ റോഡ് ഷോയോ സുരക്ഷിതമായി നടത്താൻ വേണ്ട രീതിയിലുള്ള മൈതാനമോ റോഡോ പാലായിൽ ഇല്ലെന്നാണ് പരിശോധനയ്ക്ക് ശേഷം SPG സംഘം റിപ്പോർട്ട് ചെയ്തത്. പാലായെ കഴിഞ്ഞ 50 വർഷത്തിലധികമായി വികസിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്നവർ എന്താണ് പാലായ്ക്ക് ചെയ്തതെന്ന് പൊതുസമൂഹം തിരിച്ചറിയണമെന്നും അഡ്വക്കേറ്റ് ജയസൂര്യൻ പറഞ്ഞു. കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ വളരെയേറെ ശ്രമിച്ചു, ആഗ്രഹിച്ചു. അതിനുവേണ്ടി പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പാലായിലെ ആൾക്കാരെ അയച്ചു. എന്തിന്? പ്രധാനമന്ത്രിക്ക് സഞ്ചരിക്കാനുള്ള വാഹനം വരെ ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് അതിന് നോക്കുമ്പോഴാണ് അറിയുന്നത് പാലായിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംവിധാനത്തോടനുബന്ധിച്ച് 3 ഹെലികോപ്റ്ററുകൾ ഇറങ്ങാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. അത് സെൻറ്റ് തോമസ് കോളേജിൻ്റെ ഗ്രൗണ്ടാണ്, ഐഡൻറ്റിഫൈ ചെയ്തു. പക്ഷേ അവിടെ ആ 3 ഹെലികോപ്റ്റർ കിടക്കുമ്പോൾ അവിടെ വേറെ പൊതുയോഗം നടത്താൻ പറ്റില്ല. പൊതുയോഗം നടത്താൻ മറ്റൊരു മൈതാനമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ദുഃഖകരമായ കാര്യം തിരിച്ചറിയുന്നത് പാലായ്ക്ക് അങ്ങനെ ഒരു സംവിധാനം ഇല്ല. അതായത് ഒരു തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ വരുന്ന ആയിരക്കണക്കിന് ആൾക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഗ്രൗണ്ട് പോലും പാലാ മുനിസിപ്പാലിറ്റിക്ക് അകത്തുമില്ല, സമീപ പഞ്ചായത്തുകളിലും ഇല്ല. അതുകൊണ്ട് വളരെ ദുഃഖകരമായ രീതിയിൽ തീരുമാനമെടുക്കേണ്ടി വന്നു. സാധ്യമല്ല, അദ്ദേഹത്തിൻ്റെ പൊതുയോഗം നടക്കില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ റോഡ് ഷോ, പാലായിലെ മെയിൻ റോഡിലൂടെ റോഡ് ഷോ എങ്കിലും നടത്തിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാർ കുറേ ദിവസം അതിൻ്റെ ട്രയൽ ഇവിടെ നോക്കി. അതായത് ഒരു വാഹനം ഓടിച്ചാൽ, അതായത് പ്രധാനമന്ത്രിയുടെ വാഹനം റോഡ് ഷോയ്ക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ 2 വശത്തും മുൻപിലും പുറകിലുമായി സുരക്ഷാ വാഹനങ്ങൾക്ക് സഞ്ചരിക്കണം. അതിനുള്ള വീതി നിർഭാഗ്യവശാൽ പാലായിലെ മുനിസിപ്പാലിറ്റിയിൽ ഒരു റോഡിനുമില്ല, ബൈപ്പാസിന് മാത്രമേ ഉള്ളൂ. പക്ഷേ ബൈപ്പാസിൽ റോഡ് ഷോ നടത്താൻ പറ്റുന്ന ഒരു ഭൂമിശാസ്ത്രമല്ല, ആൾക്കാർക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ വികസനം പാലായിൽ വീർപ്പുമുട്ടി നിൽക്കുകയാണെന്ന് ഇത്രയും കാലം പാലായെ വികസിപ്പിച്ചവർക്കുന്ന ഒരു കാര്യം, പാലായിൽ നല്ലൊരു റോഡില്ല. ഒരു പ്രധാനമന്ത്രിക്ക് സുരക്ഷയോട് സഞ്ചരിക്കാൻ പറ്റിയ റോഡ് പോലും പാലായിലില്ല എന്നാണ് വ്യക്തമാകുന്നത്. അത് ശരിക്കും ചർച്ചയാകേണ്ട വിഷയം തന്നെയാണ്. ഒരു പ്രധാനമന്ത്രിക്ക് വന്നാൽ മൈതാനം ഇല്ല, പ്രധാനമന്ത്രിക്ക് സഞ്ചരിക്കാൻ റോഡില്ല. ഇതൊന്നും വേണ്ടാത്ത ഒരു പാലയെ ഇങ്ങനെ നിലനിർത്തേണ്ട കാര്യമുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് പകരം ധനമന്ത്രിയെയോ പ്രതിരോധ മന്ത്രിയെയോ എത്തിക്കാൻ ശ്രമിച്ചിരുന്നതായും എന്നാൽ അതിനും സുരക്ഷാ അനുമതി ലഭിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ BJP സ്ഥാനാർത്ഥി നഗരസഭയിൽ ഉൾപ്പെടെ എല്ലാ പഞ്ചായത്തുകളിലും ലീഡ് നേടുമെന്നും അഡ്വക്കേറ്റ് ജയസൂര്യൻ പറഞ്ഞു.